കഴിഞ്ഞിട്ടുള്ള അടുത്ത റാങ്കാണ് റൂബി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞത്. ഈ റാങ്ക് തുടങ്ങി കമ്പനി കമ്പൾസറി ആയിട്ട് കൊടുക്കുന്ന ട്രിപ്പുകളാണ് മലേഷ്യ കൂടെയാണ് വിളിക്കുന്നത്. മാഡം ആലുവ സ്വദേശി തന്നെയാണ്. ശ്രീവർഷ മാഡത്തിന് ഞാൻ കൃത്യമായിട്ട് എല്ലാവരും നല്ലൊരു ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു വേദി നമുക്ക് പെണ്ണുങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മലയാളി അല്ല. ഞാൻ ഹൈദരാബാദ് ബോൺ ആൻഡ് ബോട്ടപ്പാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 9 years ആയി. അത് ആദ്യമേ പറഞ്ഞു തുടങ്ങാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. ഫസ്റ്റ്ലി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐഗ്ലോ എന്നുള്ളൊരു പ്രോഡക്റ്റാണ് ആദ്യം കഴിച്ചത് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ആ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോയി എന്നല്ല, പിന്നെ തിരിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പാഷനേറ്റ് കരിയർ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു. മീൻസ് ഒരു ഗൂഗിൾ പോലത്തെ ഒരു കമ്പനിയിൽ ഒരു HR ആയിട്ട് ഇരുന്നിരുന്നതാണ്. സഡൻലി റീലൊക്കേറ്റ് ചെയ്ത് മദർഹുഡ് എന്ന് പറയുന്ന ഒരു ഫേസ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ ഒരു ഫേസിൽ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൊച്ചിനെ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കരിയർ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പ്രോഡക്റ്റ് വിറ്റ് ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്താൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മിസ്റ്റർ അഖിലാചാര്യാണ് എനിക്ക് ഇത് വൈറ്റ് പേപ്പറിൽ പ്ലാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 500 രൂപ ഇപ്പോൾ കിട്ടിയിട്ട് എന്തുണ്ടാവാനാ? 40,000 സാലറി എന്നാണ് ഞാൻ റിസൈൻ ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക എങ്ങനെയായിരിക്കും എൻ്റെ ഒരു ഇൻറ്റൻഷൻ 500 rupees. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, അന്ന് എന്തോ ഗോഡ് എനിക്ക് റൈറ്റ് ഡെസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2 years കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 500 കൂട്ടി വെച്ച് എൻ്റെ അക്കൗണ്ടിൽ അയക്കുന്നത് 6,73,000 അപ്പോൾ ഇതൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു മോഡ് വന്നു. ആഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് 10,000 rupees ഇൻകം ഒരു 8 months എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ബിസിനസ്സിൽ കൂടെ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഹൗ ബ്ലെസ്ഡ് ഐ ആം എന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോട്ട് റോട്ടീസ് ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുത്തോണ്ട്, കൊച്ചിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് അവരുടെ കംപ്ലീറ്റ് സ്റ്റോറീസ് കേട്ടോണ്ട് എനിക്ക് ഈ ബിസിനസ് ഇത്ര ഈസി ആയിട്ട് കംപ്ലീറ്റ്ലി ജുഡീഷ്യലി ആണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരു 90% ബിസിനസ് ഞാൻ ഡിജിറ്റലി ആണ് ബിൽഡ് ചെയ്തത്. ബിക്കോസ് എനിക്ക് പുറത്തിറങ്ങി മലയാളീസിനോട് സംസാരിക്കാൻ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെയ്തതാണ്. മലയാളി അല്ലാത്ത എനിക്ക്, മലയാളം പറയാൻ പറ്റില്ലാത്ത എനിക്ക്, മലയാളികളുടെ കൂടെ നിന്ന് എനിക്ക് ഈ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ. നിങ്ങൾക്കൊക്കെ ഇത് കേക്ക് നോക്കാൻ ഗിവ് ഇറ്റ് എ ട്രൈ.